ഈശ്വരാ, കൊറേ പാൻറ് അച്ഛൻ കൊടുത്തു വിട്ടുണ്ട്. മിക്കവാറും എല്ലാം ലൂസായിരിക്കും. പിന്നെ ഞാനും നല്ല കുക്കല്ലേ കാവേരി. ഇത് കണ്ടാ നിങ്ങളാരും ചിരിക്കരുത്. അയ്യോ, ഇതെന്റെ ലൈഫ് സേവർ സാധനം. ഞാൻ മിക്കവാറും നാട്ടിൽ വരുമ്പോ മൊട്ടയാവും. 600 രൂപയാ കൈസ് പോകുന്നത്. പറ്റത്തില്ല. കേട്ടില്ലല്ലോ കാവേരി, ഒന്നോട് പറ. ഞാൻ ഫ്രീസായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. എല്ലാ മാസവും പീരീഡ്സ് വരുമ്പോ ഞാൻ അതിനെ നോക്കി ഇങ്ങനെ നിൽക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വീണ്ടും ഒരു പെട്ടി പൊട്ടിക്കൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. എനിക്കൊരു വലിയ പെട്ടി വന്നിട്ടുണ്ട് ഫ്രം ദുബായ് ടു എഡിൻബ്ര. അപ്പോൾ അച്ഛൻ എനിക്ക് കൊറിയർ ചെയ്തതാണ്. ഇതിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ലഗേജ് എക്സസ് ആയിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റാതെ പോയ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ അച്ഛൻ കുറേ സാധനങ്ങളും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഈ പെട്ടിയിൽ എന്താണെന്ന് നോക്കാൻ എനിക്കും അറിയില്ല മൊത്തത്തിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം പെട്ടിയിൽ എന്താണെന്നൊക്കെ. പിന്നെ ഈ പെട്ടി എനിക്ക് മൊത്തത്തിൽ നിങ്ങൾ ഫ്രെയിമിൽ കാണിക്കാൻ പറ്റുന്ന, അയ്യോ സോറി, ഈ പെട്ടി ഓൾറെഡി വരുമ്പോൾ പൊട്ടിയിരിപ്പുണ്ടായിരുന്നേ. അതിപ്പോൾ കുറച്ചും കൂടെ പൊട്ടി. കുഴപ്പമില്ല, നമ്മൾ പൊട്ടിക്കാൻ പോയല്ലേ, നമുക്ക് എന്തായാലും പൊട്ടിക്കാം. മീറ്റ്. ഓ ശരി, ഇതെങ്ങനെ പൊട്ടിക്കും പണ്ടാരൊക്കെ. അമ്മേ ഗൈസ്, ഞാനിത് പൊട്ടിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓഫ്, ഞങ്ങൾ പെട്ടി പൊട്ടിച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ആദ്യം തന്നെ ഹോർലിക്സ്. ഇത് ഇവിടെ മേടിക്കാൻ കിട്ടാത്തോണ്ടല്ല, പിന്നെ ഇവിടെ ഭയങ്കര വിലയാ. ഇത് പൊട്ടിയുണ്ട് കേട്ടോ കുറച്ച്. ഓക്കെ, ഇത് കുറച്ച് ലൂസായിട്ടുണ്ട് മൂടി. എൻ്റെ നെയ്ബർ ഒരു കുട്ടിയുണ്ട് കാവേരി. അവക്ക് അച്ഛൻ കൊറിയർ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അച്ഛനോട് ഹോർലിക്സ് കൊടുത്തയക്കാൻ പറയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഓക്കെ, കുട്ടി പറഞ്ഞതല്ലേ, കുട്ടിയുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഹോർലിക്സ് കൊടുത്തുവിടാൻ പറഞ്ഞു. അപ്പം അച്ഛൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഫോർ കാവേരി. ഓക്കെ ഓക്കെ, അതവളെ വെച്ചു. പാത്രം കഴുകുന്ന സ്ക്രബ്. ഇവിടെ ഞങ്ങൾ ഒരച്ചരച്ച് പാത്രം കഴുകുന്ന സ്ക്രബ് നാശമായതുകൊണ്ട്, ഇവിടെ ഇത് മേടിക്കാൻ കിട്ടാത്ത സാധനമായതുകൊണ്ടല്ല കേട്ടോ, പക്ഷെ ഇവിടെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഞങ്ങൾ പാർട്ട് ടൈം ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ ഇത്തിരി ദണ്ണുണ്ടേ. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ട് അച്ഛൻ അയച്ചു തന്നു. നാട്ടിൽ നിന്ന് നമ്മൾ പൗണ്ട്സ് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തോരം പൈസയാന്ന് വെച്ചിട്ടാ. നോ, പാർട്ട് ടൈം കിട്ടിയാൽ ഞങ്ങൾ ലാവിഷായിട്ട് ജീവിക്കും. അതുവരെ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും അല്ലേ കാവേരി? കാവേരി ഇവിടെ ഇരിപ്പുണ്ട്, ജോയില് ഇവിടെ ഇരിപ്പുണ്ട്. ജോയിൽ ഇവിടെ ഇരുന്ന് എന്തോ റിസർച്ച് ചെയ്യുക കാര്യമായിട്ട് ലാപ്ടോപ്പിൽ. കാവേരി എൻ്റെ ക്യാമറാമാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതെൻ്റെ ഡ്രസ്സുകളാട്ടോ. ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ള ഡ്രസ്സുകൾ കൊടുത്തു വിട്ടതാണ്. എനിക്ക് എടുക്കാമേ. അയ്യോ അമ്മേ. ഇതെൻ്റെ പുതിയ പാൻ്റാണ് ഗൈസ്. ദൈവമേ, കറക്റ്റായിരിക്കണേ. അച്ഛൻ ഞാൻ ഇത് വലുതാണെന്ന് തോന്നുന്നു എനിക്ക്. പണ്ടാരം ഈശ്വരാ, എനിക്ക് കിട്ടൂല കാവേരി, ഞാൻ തരൂല, ഞാൻ ബെൽറ്റ് ഇട്ടിട്ടിടും. അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു, എനിക്ക് കിട്ടുന്നൊക്കെ. ഞാൻ തരത്തില്ല, ഇതെനിക്ക് പറ്റും, ഞാൻ ഇടും. നോക്കട്ടെ, ഞാൻ കുറച്ച് ലൂസാ, പക്ഷെ നമുക്ക് കഴുത്തിൽ വെച്ചിട്ട് പാൻറ്റിന്റെ അളവെടുക്കാൻ പറ്റും. ഇത്തിരി ലൂസാ, ഞാൻ ബെൽറ്റ് ഇട്ട് ഇട്ടോളൂ, നോ വറീസ്. ഈശ്വരാ, കുറെ പാൻറ് അച്ഛൻ കൊടുത്തു വിട്ടുണ്ട്. മിക്കവാറും എല്ലാം ലൂസായിരിക്കും. ഓക്കെ, ഇതൊക്കെ എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഡ്രസ്സുകളാട്ടോ, ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഇതെൻ്റെ പുതിയ പാൻറ്റാ. ഇത് ചെറുതാണല്ലോ. അപ്പം ഇത് ഏതാ ബ്രാൻഡ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ എൻ്റെ അറിയണ ബ്രാൻഡുകളുടെ സൈസ്, ഞാൻ വെച്ചാൽ ഓരോ ബ്രാൻഡ്സ് അനുസരിച്ച് സൈസിൽ വ്യത്യാസം വരും. സോ എനിക്ക് എൻ്റെ കയ്യിലുള്ള ലൈക്ക് H&M അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഞാൻ അച്ഛന് സൈസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ അമേരിക്കൻ ഈഗിളാ. ഇതിൻ്റെ എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് കറക്റ്റാ, ഇതെനിക്ക് കറക്റ്റാ. കാവേരി, എൻ്റെ മുഖം ഇവിടെ. കാവേരിൻ്റെ മുഖം സെഡായി ഗൈസ്, സെഡായി. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ? ഇതെനിക്ക് തെർമൽസ് ആട്ടോ. ഓക്കെ, തെർമൽ പാൻറ്റാ. അയ്യോ, ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ വരുമല്ലോ, ലൈക്ക് നമ്മുടെ കൾച്ചറൽ പരിപാടികളൊക്കെ വരും. അപ്പോൾ ഒരു സെറ്റ് സാരി ഇതെൻ്റെ കയ്യിൽ പണ്ടേ ഉള്ളതാ. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. ഇത് വെച്ച് ഞാൻ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഇത് ഞാൻ വിഷുവിന് മിക്കവാറും ഉടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ്. പിന്നെ ഇതൊരു പാത്രം, അതിൻ്റെ മൂടി കിട്ടി. പാത്രം ഇനി നമുക്ക് തപ്പിയെടുക്കാം. ഓക്കെ, പിന്നെ ഞങ്ങളിവിടെ കുക്കിംഗ് പ്രോയാ, എസ്പെഷ്യലി ഞാൻ. പിന്നെ ജോയിലും നന്നായിട്ട് കുക്ക് ചെയ്യും. ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ചിക്കൻ ടിക്ക ഒക്കെ ഉണ്ടാക്കി തന്നു. റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച പോലെ ഉണ്ടായിരുന്നു, ഭയങ്കര യമ്മി. പിന്നെ ഞാനും നല്ല കുക്കല്ലേ കാവേരി? നിങ്ങൾക്ക് അവള് പറയുന്ന കേൾക്കുമെന്ന് എനിക്കറിയില്ല, കാരണം മൈക്ക് എൻ്റെ അടുത്താണല്ലോ. അതെ അതെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതില് നട്ട്സ്, ഇതെന്തായിരുന്നു? വാൾനട്ട് ഉണ്ട്, പിസ്ത ഉണ്ട്. എല്ലാവരുടെ മുഖത്തും സന്തോഷം വിരിയുന്നു ഇവിടെ. ഓക്കെ, അപ്പം നമുക്കിത് ഇതിനകത്ത് തന്നെ തൽക്കാലം ഇട്ട് വെക്കാം. അതിനോ കവറിൻ്റെ ഒച്ച വരും, ഞാൻ മെല്ലനെ ഇടാം. ഓക്കെ, കുറച്ച് ഡിസ്റ്റർബിങ് ആയിരിക്കും അത്. ഓക്കെ, തൽക്കാലം ഇവിടെ വെക്കാം. ഇനി ഈ കവർ എന്താ നോക്കാം. കുറേ കവറുണ്ടല്ലോ. ഇത് കണ്ടാൽ നിങ്ങളാരും ചിരിക്കരുത്, പക്ഷെ ഇതൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുത്തുവിടാൻ പറഞ്ഞതാ. വറ്റൽ മുളക്. ചോയലും കാവേരി എന്നെ നോക്കി ചിരിക്കുന്നു. ഇത് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ ഭയങ്കര വിലയാ. നമുക്ക് നാട്ടില് ആ പൈസ ഉണ്ടെങ്കിൽ എന്തോരം സാധനം മേടിക്കാന്നറിയോ? ഒരു വറ്റൽ മുളകിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാ. അപ്പൊ ഞാനത് അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. പിന്നെ ഉലുവ, ടെർമറിക്, കായം. സാമ്പാർ ഉണ്ടാക്കാൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഗൈസ്. ഇതില്ലാതെ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കി. ജീരകം, ഇതൊക്കെ ഉണ്ട്. കുക്കിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അച്ഛനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് മോരുകറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ 2 ദിവസത്തേക്കൊക്കെ വെക്കാം. മോരുകറി ഈസ് വെരി സിമ്പിൾ ടു മേക്ക്. സോ ഇത് വളരെ അത്യാവശ്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരു പ്രോയാ കുക്കിങ്ങിൽ. ഞാൻ തന്നെ എന്നെ പോക്കി പറയുന്ന. ഓക്കെ, ഇതെന്താ അടുത്ത കവറ്? ഓക്കെ, ഇതെനിക്ക് ഇതെൻ്റെ ലൈഫ് സേവർ സാധനം. ഇത് എന്താ പറയുക, ഒമേഗ 3 ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് ആണ്. പിന്നെ ഇത് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ്. പിന്നെ ഒമേഗ 3 ഒന്നും കൂടെ ഉണ്ട്. പിന്നെ ഇത് തെർമോമീറ്റർ, പനി വന്നാൽ ചെക്ക് ചെയ്യാൻ. കാരണം എനിക്കിവിടെ വന്നപ്പോൾ തന്നെ നല്ല പനിയൊക്കെ പിടിച്ചായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കണം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് അത് എടുക്കാൻ പറഞ്ഞു. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു സാധനം, പക്ഷെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഈ ടാബ്ലറ്റ്സും ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇവിടെ വന്നിട്ട് എൻ്റെ മുടിയൊക്കെ പോയി ഗൈസ്. ഞാൻ മിക്കവാറും നാട്ടിൽ വരുമ്പോൾ മൊട്ടയാവും. എനിക്ക് പേടിയാവുന്നു. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഒരു ദിവസം കരച്ചിലായിരുന്നു. അമ്മ എൻ്റെ മുടിയൊക്കെ, ഞാൻ ഇങ്ങനെ തൊടുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുടി വരും. അങ്ങനെ ഇവിടെ വന്നിട്ട് ഹെയർ ഫോള്. ഇവിടെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇപ്പോൾ മുടി പോയി. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കോ ഞാൻ മൊട്ട കാണാതെ. മിക്കവാറും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് PRP അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നു. തലയിൽ മുടി ഉണ്ടാവും തോന്നുന്നില്ല. അപ്പം ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തുവിടാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെഡിസിൻ വൺസ് ഇൻ എ മന്ത് കഴിക്കേണ്ട ഒരു മെഡിസിൻ ഉണ്ട്. അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. B കോംപ്ലക്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മൾട്ടി വൈറ്റമിൻ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇപ്പം അച്ഛൻ കൊടുത്തു വിട്ടു. ഇനി ഇതൊക്കെ കഴിച്ചു തുടങ്ങണം. അങ്ങനെയെങ്കിലും മുടിയൊക്കെ നിലനിന്ന് പോകുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രശ്നമുണ്ടോ? ഇവിടെ ലൈക്ക് ഇങ്ങനെ അബ്രോഡൊക്കെ ലൈക്ക് നിൽക്കുന്നവർക്ക് ഭയങ്കര ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇനി റെമഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ടെൻഷൻ അടിച്ചിട്ട് നല്ലോണം കൊഴിയുന്നുണ്ടെന്ന് ഹെയർ ഫോളിനെ പറ്റി ആലോചിച്ചിട്ടേ. നാട്ടിൽ നിന്ന് എനിക്ക് ഞാൻ വിചാരിച്ചത് നാട്ടിലുണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എന്നെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കറിയാം എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി വന്നിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഹെയർ ഫോൾ തുടങ്ങിയത്. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചത് അതാണ് സിവിയർ ഹെയർ ഫോൾ എന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അതൊരു സിവിയർ ഹെയർ ഫോൾ അല്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സിവിയർ ഹെയർ ഫോൾ വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, അടുത്തത് വീണ്ടും നട്ട്സാണ്. ആൽമണ്ട്സ്, വാളറ്റ്. ഇതെനിക്ക് ഞാൻ വാളറ്റ് എടുക്കാൻ മറന്നുപോയി നാട്ടിൽ നിന്ന്. എല്ലാം മറന്നുപോയി. ലാസ്റ്റ് നിമിഷം പാക്കിങ്ങിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും മറന്നുപോയി. അപ്പം കാർഡും, ഇപ്പം എനിക്ക് സ്റ്റുഡൻറ്റ് കാർഡും നമുക്കിങ്ങനെ തൂക്കിയിടാനൊന്നുമില്ല. ഒരു കാർഡാണ്.
സ്റ്റുഡൻറ്റ് കാർഡും ATM കാർഡും അങ്ങനത്തെ കാർഡൊക്കെ വെക്കാൻ. ഇപ്പം എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലാസ്സിൽ ആവലിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, അവൾക്ക് എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം എനിക്കത് തന്നേക്കുക. ഇനിയിപ്പോൾ അവളുടെ തിരിച്ചു കൊടുക്കണം. എനിക്ക് കിട്ടി പുതിയത്. നെക്സ്റ്റ് നേരത്തെ നമ്മൾ എടുത്ത മൂടീൻ്റെ പാത്രം കിട്ടി. കാവേരി, നമുക്ക് കുക്ക് ചെയ്യാൻ പുതിയ പാത്രം. യെസ്, ഇതിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റില്ലടാ. ഇതിനകത്ത് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം, മുട്ടയൊക്കെ ഉണ്ടാക്കാം. യെസ്, ദേ ഈ പാത്രം ഇവിടെ വയ്ക്കാം. ഇനി ടിഷ്യൂ പേപ്പേഴ്സ്. നെക്സ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പാത്രം കിട്ടി ഗൈസ്. ചിക്കൻ കറി ഉണ്ടാക്കാൻ പാത്രം കിട്ടി. ഓക്കെ, ഇനി മുതൽ ഞങ്ങൾ ഇതിലായിരിക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ പലതരത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കും. പെപ്പർ ചിക്കൻ ഉണ്ടാക്കി. പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കിയേ, നമ്മൾ ഈ മറ്റേ ഗീ റൈസിന് നമുക്ക് നാട്ടിലൊക്കെ, അയ്യോ വായന്ന് വെള്ളം ഊറുന്നു ഗൈസ്, നമ്മൾ ഗീ റൈസിന് നമ്മൾ നാട്ടിലൊക്കെ കല്യാണ തലേന്നൊക്കെ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കറിയില്ലേ ചിക്കൻ, അതുണ്ടാക്കിയായിരുന്നു. പിന്നെ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ പല തരത്തിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. എല്ലാം യമ്മി ആയിരുന്നു. കാവേരി പറയുന്നുണ്ട്. അത് മതി. എന്തോ ശരിക്കും ഒരു പ്രൗഡ് ഫീൽ ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ കറി മറ്റൊരാൾ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ എന്തോ ഒരു സുഖം. ഓക്കെ, അടുത്തത് ഇതിനെന്താ, കിസ്മിസ്, മുന്തിരി. ഓക്കെ, അതുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ എടുക്കാം. ഇതൊക്കെ എന്താ നോക്കട്ടെ. ഇതെനിക്ക് തോന്നുന്നു തെർമൽസ് ആണെന്ന്. യെസ്, ദീസ് ആർ സം തെർമൽസ്. ഇതൊക്കെ അച്ഛൻ വാഷ് ചെയ്ത് കൊടുത്തു വിട്ടതാ, അതുകൊണ്ട് എനിക്കിനി വാഷ് ചെയ്യണ്ട. ഓക്കെ, ഇതൊക്കെ തെർമൽസാ. തെർമൽ ടോപ്പും തെർമൽ പാൻസും. ഓക്കെ, ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇതെൻ്റെ ഒരു ഫ്രോക്ക്. ഇത് കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ നൈറ്റിൽ ഞാൻ ഇട്ട ഡ്രസ്സാണിത്. അപ്പം അത് കൊടുത്തിട്ടുണ്ട്. സമ്മറാകുമ്പം നമുക്ക് പുറത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, അപ്പം നല്ല നല്ല ഉടുപ്പുകൾ വേണമല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ജീൻസ്. സൈസ് കറക്റ്റ് ആവണേ. യെസ് ഗൈസ്, ഇതെനിക്ക് കറക്റ്റാ. യെസ്, ഇത് സൈസ് കറക്റ്റാ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം തണുപ്പത്ത് ജീൻസ് ഇല്ലാണ്ട് ശരിയാവില്ല. ഞാനാണെങ്കിൽ ഒരു 4 പെയർ ഓഫ് ജീൻസേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. അഹങ്കാരം എനിക്ക്. കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ നമ്മൾ വാഷ് ചെയ്യാൻ പൗണ്ട്സ് കൊടുത്താലേ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ അലക്കാമെന്ന്. നടക്കില്ല. ഞങ്ങൾ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ അലക്കുള്ളൂ. കാരണം 3 pounds ഫോർ വാഷിങ് ആൻഡ് 1 point something pounds ഫോർ ഡ്രൈയിങ്. ടോട്ടൽ ഒരു 5 pounds പോവും കയ്യിൽ നിന്ന്. അപ്പം ആഴ്ചയിൽ വാഷ് ചെയ്യാൻ നിന്നാൽ 600 രൂപയാണ് കൈസ് പോകുന്നത്. പറ്റത്തില്ല. ഇങ്ങനെ പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താടാ അതിന് പറയാ, എച്ചി ആണോന്ന് ചിലപ്പോൾ നിങ്ങളിൽ പലവരും വിചാരിക്കും. ഐ ഡോണ്ട് നോ എച്ചി ബാഡ് വേർഡ് ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് വേറെ എന്താ പറയാന്നും എനിക്കറിയില്ല. സോ അതുണ്ടല്ല കേട്ടോ. നമ്മളിപ്പോൾ എന്താടാ അത് വേണ്ട. ഓക്കെ, അത് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ എനിക്ക് ഏർണിങ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വീട്ടിൽ എൻ്റെ കാര്യങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ആ ഏർണിങ്സ് ഒക്കെ നിന്നു. എനിക്ക് വീട്ടിൽ നിന്നാണ് ചോദിക്കേണ്ടത്. അപ്പം നമുക്ക് വീട്ടിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾക്ക് അങ്ങനെ ചോദിക്കാൻ എന്തൊരു മടി. കാരണം നമ്മൾ ഇത്രയും നാൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് അല്ല. അച്ഛനും അമ്മേനെയാണ്, അതിനൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്തോ ഒരു മടി. അപ്പം പാർട്ട് ടൈം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ അതുവരെ എനിക്കെന്തോ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അവർക്ക് ബേർഡൻ ആവില്ല. അതെങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. ആ ഒരു ഫീല് എന്താ ഇപ്പം അതിന് പറയാം, എന്തോ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന്. ലൈക്ക് പെട്ടെന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇൻകം ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും ഒരു ഫീൽ ഉണ്ടാവുക, ആ സെയിം ഫീൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഞാൻ വയ്ക്കുന്നത്. ഇത് വീണ്ടും ഒരു വൈറ്റ് ജീൻസാണ്. എനിക്ക് വൈറ്റ് ജീൻസ് ഇല്ല. ഇപ്പം അച്ഛൻ കൊടുത്തുവിട്ട കളേഴ്സൊന്നും എനിക്ക് ഇല്ല. ബ്ലാക്ക് ഉണ്ട്, പക്ഷെ അത് ബെൽ ബോട്ടം പാൻ്റ് ആയിരുന്നു. ബെൽ ബോട്ടം ബ്ലാക്ക് എനിക്കില്ല. ഇതെനിക്ക് കറക്റ്റാ. കാവേരിൻ്റെ മുഖം വീണ്ടും സെറ്റായി ഗൈസ്. ഓക്കെ, ഇനി ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് പാർസൽ വരും. അപ്പം അതും ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ജോയലിന്റെ വീട്ടിൽ നിന്ന് അയക്കുന്നുണ്ട്. അടുത്തത്
ടവൽ. ഇത് എനിക്ക് ഫേസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ടവലുണ്ട്. പിന്നെ ഇതെന്താ അമ്മേ, അതെടുക്കാൻ പറ്റുന്നില്ല, അടിയിൽ നിന്ന് എടുക്കാതെ. ഇത് നൈറ്റ് വെയറാ. എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ 7 പെയർ നൈറ്റ് വെയറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അലക്കാൻ ആഴ്ചയിൽ പറ്റാത്തത് കൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറച്ചും കൂടെ നൈറ്റ് വെയർ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നൈറ്റ് വെയർ ആട്ടോ. ഒരു ടോപ്പും അതിൻ്റെ ഒരു പാൻറ്റും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അച്ഛനോട് ഞാൻ ഒരു വാളറ്റല്ലേ പറഞ്ഞുള്ളൂ. അച്ഛൻ ഇത് കാർഡ്സ് മാത്രം വെക്കുന്ന വാളറ്റാട്ടോ. ഇത് യൂസ്ഫുള്ളാണ്. കാരണം എനിക്ക് പൈസ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എടുക്കില്ല എപ്പോഴും, കാർഡാ. അപ്പം ഇത് നല്ല സാധനം. ഓക്കെ, വീണ്ടും ടിഷ്യൂ. ദുബായിൻ്റെ മണം ഉണ്ടെന്നാ, ശരിയല്ലേ? കൊള്ളാം. വീണ്ടും ഒരു നൈറ്റ് വെയർ. ഇതിൻ്റെ പാൻറ് ഞാൻ കണ്ടുപിടിക്കണം. പാൻറ് കിട്ടി. ഇതേ പാൻറ്. അച്ഛനെന്താ കുറേ അയച്ചിട്ടുണ്ടല്ലോ. വീണ്ടും ഒരു കാർഡ് ഹോൾഡർ സാധനം. ഇത് ഞാൻ കാവേരിക്ക് തരാം. ഇനി ഉണ്ടെങ്കിൽ നിനക്ക് തരാം. അച്ഛാ, സോറി, ഞാൻ വെച്ചത് പുതിയതാണ്. എൻ്റെ അടുത്ത് ഈ സെയിം ഡ്രസ്സ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി. ഇത് എൻ്റെ പഴയ ഡ്രസ്സാട്ടോ, നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാ. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ റൂം ടൂർ വീഡിയോയിൽ. കുറച്ച് പേര് ഈ ഡ്രസ്സ് എവിടുന്നാ മേടിച്ചതെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ താഴെ ഞാൻ കമൻസ് കണ്ടായിരുന്നു. ഇത് ഞാൻ ദുബായിൽ നിന്ന് മേടിച്ച ഡ്രസ്സ് തന്നെയാട്ടോ. ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൽ നിന്ന് മേടിച്ചതാ, ഓൺലൈൻ അല്ല. എൻ്റെ അടുത്ത് ലിങ്ക് ഷെയർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കമൻസ് കണ്ടായിരുന്നു. ഇത് ഞാൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ലിങ്കൊന്നും ഇല്ല കേട്ടോ. ഇതും എൻ്റെ നാട്ടിലുള്ള ഡ്രസ്സ് കൊടുത്തു വിട്ടതാ. ഇതും കണ്ടിട്ടുണ്ടാവും ഫോട്ടോഷൂട്ടിൽ. എൻ്റെ ലേറ്റസ്റ്റ് ഒരു യെല്ലോ ഡ്രസ്സ് ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഡ്രസ്സാണിത്. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഡ്രസ്സ് കൊടുത്തു വിട്ടതാ. ഇത് കണ്ടിട്ടുണ്ടാവും, ഞാൻ കോളേജ് ട്രിപ്പ് പോയപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിൽ ഈ ഡ്രസ്സ് ഉണ്ട്. അതുപോലെ കാണാപ്പൊന്നെന്ന് പറഞ്ഞ സോങ് ചെയ്തില്ല, ഞാനും പൂപ്പി ശ്രേമോളും, അതിൽ ശ്രേയ ഇട്ട ഡ്രസ്സാട്ടോ ഇത്. ഓക്കെ, അടുത്തത് വീണ്ടും ഒരു നൈറ്റ് വെയർ. അതെ, ഈ നൈറ്റ് വെയറിനൊരു ഗുണമുണ്ട്. നമുക്ക് കൈകൊണ്ട് വാഷ് ചെയ്തിട്ടായാലും ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഇതിൻ്റെ പാൻറ് ഞാൻ തപ്പട്ടെ കേട്ടോ, ഇതിനകത്ത് ഉണ്ടാവും. അതെ, കിട്ടി. അതെ, അതിൻ്റെ പാൻറ്. നെക്സ്റ്റ് നമുക്ക് ഈ കവർ എടുക്കാം. ഇതെന്താ നോക്കാം. അമ്മേ, ഇതെനിക്ക് തോന്നുന്നു സ്വെറ്റർ ടൈപ്പ് ഓഫ് സാധനങ്ങളാ. ഇതെന്താ എടുക്കാൻ പറ്റാത്ത? ഓ, ഇത് ഇങ്ങനെയാണോ ഉള്ളത്? ഹാങ്ങേഴ്സ് വിത്ത് ഹാങ്ങേഴ്സ് അയച്ചേ. ഇതൊക്കെ അച്ഛൻ ലൈക്ക് പുറത്ത് വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് അവര് അയൺ ചെയ്ത് കൊടുത്തുവിട്ടതാ. അപ്പൊ ഹായ്, നൈസ് സാധനം. ഗൈസ്, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കൊള്ളാം. ഒരു ജാക്കറ്റ് ടൈപ്പ് ഓഫ് തിങ്. പിന്നെ വീണ്ടും ഒരു ബ്ലൂ കളർ ഒരു ജാക്കറ്റ്. യെസ്, ഇതും ഇവിടെ വയ്ക്കാം. വിരിച്ച്. എടാ, അച്ഛൻ 2 ഹോർലിക്സ് കൊടുത്തയച്ചടാ. ലവ് യു ഡാഡി. കാവേരിക്ക് കൊറേ കാലം കുടിക്കാനുള്ള ഹോർലിക്സ് ഉണ്ട്. ഇതെന്താ നോക്കട്ടെ. എന്തോ ഒരു സീഡാണ്. സൺഫ്ലവർ സീഡ്സ് ഏത്? ഓക്കെ, സൺഫ്ലവർ സീഡ്സാ. അല്ലടാ, ഇത് കഴിക്കാനുള്ളതാ. കാവേരി, നീ ഇത്ര വലിയൊരു പൊട്ടത്തിയായിരുന്നു ഞാൻ വിചാരിച്ചില്ല. സൺഫ്ലവർ ഇവിടെ നിന്ന് എവിടെ ഉണ്ടാക്കാനാന്ന്. ഇത് കഴിക്കാനുള്ള സാധനം. സൺഫ്ലവർ സീഡ്സ് നല്ലതാ കഴിക്കുന്നത്. അത് രണ്ടും സൺഫ്ലവർ സീഡ്സ്. ഒരു പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഓക്കെ, വീണ്ടും ഫേസ് വൈപ്പ് ചെയ്യാനുള്ള ടവൽസ്. ഇത് നമുക്ക് എന്തിനും ഉപയോഗിക്കാം. പിന്നെ ഇതെൻ്റെ സാരീൻ്റെ അണ്ടർ സ്കേർട്ട്. പിന്നെ 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 ഇതെന്താ? വീണ്ടും ഒരു ജാക്കറ്റ് ടൈപ്പ് ഓഫ് എന്തോ സാധനം കേട്ടോ. അതെ, എനിക്ക് തണുപ്പ് സഹിക്കാനേ പറ്റില്ല. ഞാൻ പുറത്തൊക്കെ പോയാൽ ഞാൻ 2 ഗ്ലൗസ് ഇട്ടാൽ പോലും എൻ്റെ കൈ ഫ്രീസ് ആവും. അത്രയും തണുപ്പാണ് എനിക്ക്. അപ്പം
ജാക്കറ്റ്, ഒരു ബ്ലാക്ക്. ഇതൊക്കെ ഇനി സ്റ്റൈൽ ചെയ്യണം അല്ലേ കാവേരി? കേട്ടില്ല. ഓക്കെ, ഇതെൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു ജാക്കറ്റാട്ടോ, ഒരു ഡെനിം ജാക്കറ്റ്. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടിയായിരുന്നു, പക്ഷേ എക്സസ് ലഗേജ് ആയിട്ട് ഇതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഇന്ത്യൻ വെയർസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ അടുത്ത്. അപ്പം കുറച്ച് ഇന്ത്യൻ വെയർസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും എക്സസ് ലഗേജ് ആണ് ഞാൻ തിരിച്ച ബാഗിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ്. ഇതൊക്കെ കുറച്ച് കുർത്താസ്, ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ പല വ്ളോഗിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ സാരീൻ്റെ ബ്ലൗസ്, സെറ്റ് സാരീൻ്റെ ബ്ലൗസ്. പിന്നെ വീണ്ടും ഒരു ഇന്ത്യൻ വെയർ, ഇതും എൻ്റെ പഴയ ഡ്രസ്സാണ്, ഒരു ചിക്കൻ കറി. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്? അമ്മേ, ഭയങ്കര വെയിറ്റ്. അല്ല, മൈ ഫേവറേറ്റ്സ് ആണ് ഡേറ്റ്സ്. നല്ല വേണം. ഡേറ്റ്സ് 2 പാക്കറ്റ് ഡേറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു പാക്കറ്റ് കാഷ്യൂ. കാവേരി കൊടുക്കാത്ത വിശപ്പാ ഗൈസ്. കാവേരിനെ നാറ്റിക്കാൻ പറ്റിയ ഒരു വ്ളോഗാന്ന് തോന്നുന്നത്. പെട്ടി പൊട്ടിക്കലിനെക്കാളി കൂടുതൽ കാവേരിനെയാണ് നമ്മൾ പറയുന്നത് അതിനകത്ത്. കാവേരിക്ക് ഇപ്പം നമ്മൾ ചോറ് കഴിച്ചു, അപ്പം തന്നെ നമുക്ക് വീണ്ടും വിശക്കും. അപ്പോൾ അവൾ ബ്രെഡ് കഴിക്കുമ്പോൾ ഒക്കെ ആദ്യം വിശക്കും. അപ്പോൾ അവൾ മുട്ട കഴിക്കുമ്പോൾ ഒക്കെ ആദ്യം വിശക്കും. അപ്പോൾ അവൾ വേറെ എന്തെങ്കിലും എടുത്ത് കഴിക്കും. അപ്പം ഞാനും കാവേരി ഷെയറിങ്ങില്ല കേട്ടോ. നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഷെയറിങ്ങില്ല സാധനം മേടിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് കാവേരിയോട് പറയും, കാവേരി ഇങ്ങനെ പോയാൽ ഞാൻ വേറെ നീ വേറെ ആവുമെന്ന്. കാരണം കാവേരി ഈസ് ടു എക്സ്പെൻസീവ് ഗൈസ്. ഞാൻ എന്ത് ചെയ്യും? കാവേരി തലേ കൈവച്ചു. ഞാൻ എൻ്റെ വരും വ്ളോഗ്, എൻ്റെ ചിലപ്പോൾ ഈ വ്ളോഗിന് മുന്നേ നിങ്ങൾ എൻ്റെ വേറൊരു വ്ളോഗ് കാണും, ഞങ്ങൾ ആർത്ത സീറ്റിൽ പോയത്. അപ്പം അതിനകത്തുണ്ട് കാവേരി. ഓക്കെ, ഹായ് പ്രിറ്റി ഡ്രസ്സ് ഗൈസ്. ഇതെന്താ? ഹായ്, ഡ്രസ്സ് നല്ല രസമുണ്ട്. ദൈവമേ, ഇത് കറക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം ഇട്ട് നോക്കാൻ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ കാവേരിൻ്റെ മുന്നിൽ ഫാഷൻ ഷോ നടത്തും. ഗൈസ്, ഞാൻ ഈ ഹോസ്റ്റലിൽ വന്നപ്പോഴേ ആരുമില്ല കേട്ടോ. വന്ന ദിവസം ഞാനിവിടെ റൂമിൽ കയറിയതും എനിക്ക് ഡിപ്രഷൻ അടിച്ചു. ഞാൻ അപ്പം തന്നെ അമ്മേനെ വിളിച്ച് പറഞ്ഞ്, അമ്മ ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഡിപ്രഷൻ അടിച്ച് ചാവും. കാരണം നമ്മൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്ന്, നാട്ടിൽ നമുക്ക് എപ്പോഴും ഭയങ്കര ലൗഡല്ലേ, നമ്മളെ നാട് കുറച്ചുകൂടെ ലൈവ്ലിയാ. ഇവിടെ വന്നപ്പോൾ ഭയങ്കര സൈലൻറ്റ്, പിൻ ഡ്രോപ്പ് സൈലൻസ് പോലെ. ഞാനാണെങ്കിൽ ഈശ്വര പെട്ടു, ഞാനിവിടെ എങ്ങനെ ജീവിക്കുന്നതായിപ്പോയി എനിക്ക് ഫസ്റ്റ് ദിവസം ഇവിടെ വന്നപ്പോൾ. പക്ഷെ അടുത്ത ദിവസം രാവിലെ അല്ലേ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരാളെൻ്റെ ഡോറിന് മുട്ടി. ആരാ? കാവേരി. എന്നോട് ചോദിച്ചു, ജാൻവിയാണോ? ഞാൻ പറഞ്ഞതേ. ജീവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവൻ എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ കൂടെ, ഞാൻ ഹേരിയറ്റുമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനെ ഖത്തർ എയർവേസ് വെച്ച് മീറ്റ് ചെയ്തു എന്ന്. അപ്പം ആ കുട്ടി ഇവളുടെ ക്ലാസ്സിലാണ്. അപ്പം അവൻ പറഞ്ഞിട്ട് ഇവൾ അറിഞ്ഞു. അപ്പം അവനിങ്ങനെ പറഞ്ഞു, നിന്റെ സെയിം ഹോസ്റ്റലിലാന്ന് തോന്നുന്നു എന്നൊക്കെ. അപ്പം ഇവള് ചുമ്മാ അവളപ്പം എൻ്റെ ഫോട്ടോ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവള് മലയാളം പറയുന്നത് കേട്ടിട്ട് വെറുതെ ചുമ്മാ വന്ന് കൊട്ടിയതാണ്. ഇവളെൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂമിലാണ്. അപ്പോൾ തുറന്നപ്പോൾ എൻ്റെ മുഖം കണ്ട് പരിചയമുണ്ടല്ലോ, ജാൻവിയാണോ? അങ്ങനെ പരിചയപ്പെട്ടതാ. ഇപ്പം എൻ്റെ റൂമിൽ നിന്നേ പോവാറില്ല, ഫുൾ ടൈം ഇതിനകത്ത് അടയിട്ട് വെച്ച പോലെയാണ്. 1 മാസം ഞാൻ പൊതുവെ ഇത്രയും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ആളല്ല. പക്ഷേ കാവേരിയായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ലി. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര ഫ്രീഡത്തിൽ സംസാരിക്കുന്ന. കാവേരി നിനക്കറിയാലോ. ഓക്കെ, അപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളെ കിട്ടിയപ്പോഴേ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. എന്തോ ഒരു സ്വർഗം കിട്ടിയ ഫീൽ ആയിരുന്നു സത്യമായിട്ടും, വെറുതെ പറയല്ല. പിന്നെ നമ്മൾ ജോയലിനെ പരിചയപ്പെട്ടു. ജോയൽ നമ്മളെ തൊട്ടപ്പുറത്തെ കോറിഡോറിലാണ്. ജോയലും കാവേരിയും ക്ലാസ്മേറ്റ്സാണ്. അപ്പം കാവേരി വഴി ജോയലിനെ പരിചയപ്പെട്ടു. ഇപ്പം നമ്മൾ 3 നല്ല ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിച്ചു നടക്കുന്നു. പിന്നെ ഞങ്ങൾ വീക്കെൻഡ്സ് ഒക്കെ പുറത്തു പോകും. ജോയലാണ് ഫുൾ പ്ലാൻ ചെയ്യുന്ന ആള്. ജോയൽ ഐറ്റിനറി ഇട്ടിട്ട് വരും. ഞങ്ങളെല്ലാവരും കൂടെ ഇവൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞാൻ ടൂർ ഗൈഡ്. അവൻ ഫുള്ളി പ്ലാൻ ചെയ്യും, വെൽ പ്ലാൻഡാ. എവിടെ പോകണം, ഏത് ബസ്സിൽ കയറണം, എത്ര മണിക്ക് അവിടെ എത്തണം, എവിടെ നിന്ന് ഫുഡ് കഴിക്കണം ഒക്കെ അവൻ പ്ലാൻഡാ. അപ്പം ഞങ്ങൾ ചുമ്മാ പോയാൽ മതി അവൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ കുറേ ഗേൾസും ഇവൻ വഴികാട്ടിയായിട്ട് ഇവനും. ഞാൻ, കാവേരി, അതുല്യ, രേഷ്മ, അനഘ, ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആട്ടോ. ഞാൻ മാത്രമാണ് ഓട് വൺ ഔട്ട്. ഞാൻ വേറെ ഏതോ ക്ലാസ്സിലാണ്. അതാണ് കോമഡി. അപ്പോൾ
അവരിവിടെ അല്ല കേട്ടോ, അവർ വേറെ പുറത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ പിന്നെ കോളേജിൻ്റെ അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ജോയലിന് കൊടുക്കും, ജോയൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് തരും. അങ്ങനെ ഒരു കൊടുക്കൽ ബന്ധൽ എന്തായിരുന്നു അതിന് പറയാം, കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇത്ര പെട്ടെന്ന് നല്ല ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ ഐ ഗോട്ട് സം ഗുഡ് ഫ്രണ്ട്സ്. എൻ്റെ ക്ലാസ്സിലും എനിക്ക് 2 നല്ല ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു കേട്ടോ, റിഫാനയും ആവ്ലിനും. ഓക്കെ ഞാൻ കുറേ കഥ പറഞ്ഞല്ലേ. അടുത്ത ഡ്രസ്സ് ഇതാണ്. ഇതും നല്ല പ്രിറ്റി ഡ്രസ്സ്. ഇതും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കണം കേട്ടോ. നെക്സ്റ്റ് ഒരു ഡ്രസ്സ്. ഇതൊക്കെ സമ്മറിലേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ, ഇപ്പം ഇതൊന്നും ഇടാൻ പറ്റില്ല. ഇപ്പം ഇതൊക്കെ ഇട്ടാണ്ടല്ലോ ഞാൻ ഫ്രീസായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. ഇന്നലെ ഇവിടെ സ്നോ വീണായിരുന്നു. സ്നോ വന്ന എക്സൈറ്റ്മെന്റിൽ ഞാൻ പുറത്തേക്ക് ഓടി നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ സ്നോ കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, ആദ്യത്തെ എക്സൈറ്റ്മെന്റേ ഉള്ളൂ. പിന്നെ നമുക്കത് ഇഷ്ടപ്പെടില്ല. തണുത്ത ഫ്രീസ് ആകുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി എന്നേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് അങ്ങനെ ഒരു ഡ്രസ്സ്. ഓക്കെ, ഇനി ഇതൊക്കെ എൻ്റെ പുതിയ ഡ്രസ്സാട്ടോ, അതാ ഞാൻ ഇട്ട് നോക്കണം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്, സാനിറ്ററി പാഡ്. ഇത് ഞാനൊരു ലോഡ് കണക്കിന് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഇനിയും ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മെൻസ്ട്രൽ കപ്പൊക്കെ കാര്യമായിട്ട് മേടിച്ചു, പക്ഷെ അത് വെക്കാൻ മാത്രം എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാ മാസവും പീരീഡ്സ് വരുമ്പോൾ ഞാൻ അതിനെ നോക്കി ഇങ്ങനെ നിൽക്കും. വെക്കണോ വേണ്ട അല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല. അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നോട് ഡോക്ടർ വരെ പറഞ്ഞു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണം, കാരണം എനിക്ക് ഇടയ്ക്ക് UTI വരും. അപ്പം നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പം നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ഒക്കെ വരും. അപ്പം എനിക്ക് UTI വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ പാഡ് മാറ്റണം, മെൻസ്ട്രൽ കപ്പ് വെക്കണം. എന്നിട്ട് ഞാൻ വെക്കാൻ തുടങ്ങിയില്ല, എനിക്ക് പേടിയാവുന്നു വെക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ഡ്രസ്സ് നോക്കാം നമുക്ക്. ഇതെന്താ, ഇതും ഒരു ഫ്രോക്കാണ്, ഡ്രസ്സാണ്. ഇതൊക്കെ നമുക്ക് സമ്മറിലിടാം. ഇതും ഒരു ഡ്രസ്സാണ്. ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാം. വീണ്ടും ഒരു ഡ്രസ്സ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം കട്ടിംഗ് ബോർഡ്. മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഏതോ വ്ളോഗിൽ, ആ കുക്കിംഗ് വ്ളോഗിൽ ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആരോ കമൻറ്റ് എഴുതിയിട്ടുണ്ട് മോറിസണിലും അവിടെയൊക്കെ കിട്ടുമെന്ന്. പിന്നെ ഞാൻ അതിന് മുന്നേ ഓൾറെഡി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ട് ഇനി ഇവിടുന്ന് മേടിച്ചില്ല. പിന്നെ ഇവിടെ ഇതിന് ഭയങ്കര റേറ്റ് കണ്ടു. ഞങ്ങൾ പോയപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടു, പക്ഷേ മരത്തിൻ്റെതിന് നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അച്ഛൻ കൊടുത്തു വിട്ടു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലാണെന്ന് തോന്നിയത്. യെസ്, ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇതൊരു ജാക്കറ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലായി. കളറല്ലേ. ഹായ്, ഒരു ടേർട്ടിൽ നെക്ക് ടോപ്പ് കൊള്ളാം. ഇതിപ്പിടാൻ പറ്റും. ഇത് വിൻ്റർ വെയറാ, ഇതും വിൻ്റർ വെയറാ. ഹായ്, എന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും കാണാം, പോപ്പപ്പ് ചെയ്ത് നിൽക്കും ഞാൻ. പക്ഷെ കൊള്ളാല്ലേ, നല്ല നല്ല ഇതുണ്ട്. കൊള്ളാം. അച്ഛൻ എന്നോട് ജാക്കറ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്നാ പറഞ്ഞേ. കുഴപ്പമില്ല, നല്ലയാ, തണുപ്പിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യും. ഇല്ലടാ, ഹുഡി ഇതില്ല, ക്യാപ്പില്ല. ചിലപ്പോൾ ഉണ്ടാവും അല്ലേ. ഇല്ലടാ, ഇല്ല, ചിലപ്പോൾ അത് വെറുതെ ഷോക്കുള്ള സാധനമായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ പെട്ടി പൊട്ടിക്കൽ. പെട്ടെന്ന് കഴിഞ്ഞു പോയോ? ഇല്ല അല്ലേ. ഓക്കെ, എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി. എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ വറ്റൽ മുളകൊക്കെ കിട്ടി. എനിക്കിനി മോരുകറി ഉണ്ടാക്കി മരിക്കണം. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ അറിയാം മോരുകറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. പുതിയ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അല്ലേ ജോയിലെ, നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിരിക്കും, വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോട്ട്ലൻഡിലുള്ള ഏതെങ്കിലും നല്ല സ്ഥലങ്ങൾ അറിയെങ്കിൽ കമൻറ്റ് ഡൗൺ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ എൻ്റെ എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് കാണേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ ആൻഡ് ബൈ, ടേക്ക് കെയർ ഗൈസ്. ഇനി അടുത്ത ടാസ്ക് ഇതൊക്കെ കയറ്റി വെക്കണം. ഷെൽഫിൽ ഇനി സ്ഥലമില്ല, പെട്ടികളെല്ലാം പുറത്തെടുത്ത് അതിനകത്ത് കയറ്റേണ്ടി വരും തോന്നുന്നു. ഇതൊക്കെ കാണിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ എടുത്ത് വെക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് തലവേദന. ഓക്കെ ബൈ ഗൈസ്, ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ. ഇതിനൊരു കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതൊക്കെ ഇട്ട് നോക്കണമല്ലോ.